മരണപ്പാച്ചിലിൽ പ്രതിഷേധം ശക്തമായ കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസുകൾ പുനരാരംഭിച്ചില്ല. പ്രതിഷേധങ്ങൾ തുടരുന്ന സാഹചര്യമാണ്. സുരക്ഷ ഉറപ്പാക്കണമെന്ന് ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നു. തൊഴിലാളികൾക്ക് ബസ്സിന് സ്വൈര്യമായിട്ട് ജോലി എടുക്കാനുള്ള ഒരു സംവിധാനം വേണം. എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടാകുമോ അല്ലെ എന്തെങ്കിലും രീതിയിൽ നിർഭാഗ്യവശാൽ എന്തെങ്കിലും തട്ടുമുട്ടിച്ചാൽ ബസ്സിൽ കയറി അവരെ കയ്യേറ്റം ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം സാർ. പിന്നെ ചെറിയ ചെറിയ കാരണങ്ങളാൽ ബസ് തടഞ്ഞു നിർത്തി യാത്രക്കാരെ യാത്രാ സൗകര്യം തടസ്സപ്പെടുത്തരുത് എന്നുള്ള കാര്യം തന്നെ. ബസ്സുകാരുടെ ഭാഗത്തു നിന്ന് ഏതൊക്കെ തെറ്റുകളും കുറ്റങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ തിരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ് സാർ. സമീർ സി മുഹമ്മദാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത്. സമീർ, ഈ മത്സര ഓട്ടത്തിനിടെ വിദ്യാർത്ഥി മരിച്ചു, അതിനെ തുടർന്ന് തുടങ്ങിയ പ്രതിഷേധങ്ങളാണ്. ബസ് ഉടമകൾ പറയുന്നത് തെറ്റുതിരുത്തി മുന്നോട്ട് പോകാം എന്നാണ്. പക്ഷെ ഇപ്പോഴും ആ പ്രതിഷേധത്തിനൊന്നും ഒരു അയവും വന്നിട്ടില്ല. അതുകൊണ്ടുകൂടിയായിരിക്കാം ഒരു പക്ഷേ ഇവർ ഇത്തരത്തിൽ പരാതിപ്പെടുന്നത് അല്ലേ? സ്മിത, കഴിഞ്ഞ ദിവസമാണ് പേരാമ്പ്രയിൽ വെച്ചുകൊണ്ട് 19-കാരന് ദാരുണാന്ത്യം സംഭവിച്ചത്. സ്വകാര്യ ബസ്സായിട്ടുള്ള ഒമേഗ ഇടിച്ചായിരുന്നു ഈ കുട്ടിക്ക് മരണം സംഭവിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വലിയ പ്രതിഷേധം ഉയർന്നത്. അതിൻ്റെ ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസമായും ഈ റൂട്ടിൽ ബസ്സുകൾ ഇറങ്ങുന്നില്ല, സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. KSRTC അധിക സർവീസ് നടത്തുന്നുണ്ടെങ്കിലും പക്ഷേ യാത്രക്കാർക്ക് അത് മതിയായ സൗകര്യം ആകുന്നുമില്ല. വലിയ പ്രതിസന്ധി ഈ റൂട്ടിലുള്ള ആളുകൾക്കുണ്ട്. വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റ് ജോലിക്ക് പോകുന്നവരുമൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇന്ന് മുതൽ ഈ സർവീസുകൾ പുനരാരംഭിക്കുമെന്നുള്ള ഒരു അറിയിപ്പാണ് നേരത്തെ ഈ ബസ് ഉടമകളുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇന്നും ഈ പ്രതിഷേധം ഇന്നും ഇവരുടെ ഈ ബസ് ഇറക്കാതെ, അതായത് റോഡിലേക്ക് ബസ് ഇറക്കാതെ അവർ ഇപ്പോഴും മടിച്ചു നിൽക്കുന്നു, അതായത് ഭയപ്പെടുന്നു എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. തങ്ങൾക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കുന്നില്ല എങ്കിൽ തങ്ങൾ ബസ് ഇറക്കാൻ ഒരുങ്ങില്ല എന്നുള്ള കാര്യമാണ് ബസ് ഉടമകൾ പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഷേധം സംഘടിപ്പിച്ച യുവജന വിദ്യാർത്ഥി സംഘടനകളുമായും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളുമായും ഒക്കെ RTOയും RDOയും അതുപോലെ പേരാമ്പ്ര DYSPയും ഒക്കെ ചർച്ച നടത്തുകയും പ്രതിഷേധം അവസാനിപ്പിക്കാൻ ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇനി മുതൽ പ്രതിഷേധം ഉണ്ടാകില്ല എന്നുള്ള ഒരു അറിയിപ്പ് അവരുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും തങ്ങൾക്ക് മതിയായ സുരക്ഷ ഉണ്ടാകുന്നില്ല എന്ന കാര്യമാണ് ബസ് ഉടമകൾ പറയുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ തങ്ങളുമായും അതുപോലെ തന്നെ ബസ് ഉടമകളുമായും ബസ്സിലെ ജീവനക്കാരുമായും ബന്ധപ്പെട്ടവർ ചർച്ച നടത്തണം. RTOയും RDOയും ഒക്കെ ചർച്ച നടത്തണം. തങ്ങൾക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കുന്ന മുറയ്ക്ക് ബസ് സർവീസുകൾ പുനരാരംഭിക്കാൻ ഒരുക്കമാണ് എന്ന കാര്യം അവർ പറയുന്നുണ്ട്. ഇത്തരമൊരു ആവശ്യം അവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ന് വൈകിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുണ്ട്. ആ ചർച്ച വിജയിക്കുകയാണ് എങ്കിൽ നാളെ മുതൽ ബസ്സുകൾ സർവീസ് ആരംഭിക്കും എന്ന കാര്യമാണ് ബസ് ഉടമകൾ വ്യക്തമാക്കുന്നത്. സ്മിത, ശരി. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നമുക്ക് നൽകിയത്.